ഏറ്റവും നിസ്സാരമായ ശിക്ഷ നരകത്തിൽ കിട്ടുന്ന ആളാരാന്നറിയോ? ഏറ്റവും ചെറിയ ശിക്ഷ നരകത്തിൽ കിട്ടുന്ന ആള് അബൂ താലിബാണ്, റസൂലുള്ളാന്റെ ബാപ്പാന്റെ സഹോദരൻ. മരിക്കുന്നവരെ റസൂലിന് അഭയം കൊടുത്ത് ഖുറൈശികളെ മുഴുവൻ പോയിട്ട് അബൂ താലിബിനോട് പറഞ്ഞു, മുഹമ്മദിനെ വിട്ടുതാ. പിതാമഹൻ മരിച്ച അബ്ദുൽ മുത്തലിബ് നോക്കിയിട്ട് അബ്ദുൽ മുത്തലിബ് വിട പറഞ്ഞു പോയ ശേഷം അള്ളാഹുവിന്റെ റസൂലിനെ നോക്കി വളർത്തിയത്, സംരക്ഷിച്ചത് അബൂ താലിബാണ്. ആ അബൂ താലിബിന്റെ അടുക്കൽ പോയിട്ട് അബൂജഹലും ഉത്ബത്തും ഷൈബത്തും സകല അറബ് തറവാട്ടുകാരും പ്രമാണിമാരും പറഞ്ഞു, മുഹമ്മദിനെ വിട്ടുതാ, മുഹമ്മദിനെ വിട്ടുതാ, മുഹമ്മദിനെ വിട്ടുതാ. അബൂ താലിബ് പറഞ്ഞു, നബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ മുഹമ്മദേ, നിന്നവർ ചോദിക്കുന്നു, നീ നിന്റെ പ്രബോധനത്തിന് തിരിഞ്ഞേക്ക്, അവർ നിന്നെ നശിപ്പിക്കും. അള്ളാഹുവിന്റെ റസൂൽ തന്റെ ബാപ്പാന്റെ സഹോദരനോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പിതൃ സഹോദര, എന്റെ വലത്തെ കയ്യിൽ സൂര്യനും എന്റെ ഇടത്തെ കയ്യിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും ഈ സത്യമാർഗത്തിൽ നിന്ന് ഞാൻ പിന്തിരിയൂല എന്ന് അബൂ താലിബിനോട് അല്ലാഹുവിന്റെ റസൂൽ മുഖത്ത് നോക്കി പറഞ്ഞു. അബൂ താലിബ് എന്നിട്ടും വിശ്വസിച്ചില്ല. പക്ഷെ റസൂലിനെ സ്നേഹിച്ചു, അങ്ങേയറ്റം സ്നേഹിച്ചു. അറബികൾ ഖുറൈശികൾ മുഴുവൻ പുറത്താക്കിയപ്പോ അഭയം കൊടുത്തു. അവസാനം അബൂ താലിബിന്റെ മരണത്തിന്റെ സമയമായി. ഒടുക്കത്തെ സമയത്ത് തനിക്ക് ഇത്ര വലിയ സഹായം ചെയ്ത ആളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു ചാൻസ് ഉപയോഗിക്കാൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കേദാരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട ബാപ്പാന്റെ സഹോദരന്റെ വീട്ടിലേക്ക് നടന്നു ചെല്ലുന്നു. അതാ അബൂ താലിബ് മരിക്കാൻ പോണ ഒടുക്കത്തെ രംഗമാണ്. അടുത്ത് അബൂജഹൽ നിൽക്കുന്നു, ഉത്ബത്ത് നിൽക്കുന്നു, മറ്റു പ്രമുഖന്മാർ നിൽക്കുന്നു, ഒരു അബൂ സുഫിയാൻ അടക്കമുള്ളവർ നിൽക്കുന്നു. റസൂല് ചെന്നുകൊണ്ട് വിളിച്ചു, എൻ്റെ പ്രിയപ്പെട്ട ബാപ്പാന്റെ സഹോദര അബൂ താലിബേ, ചൊല്ലു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. തനിക്ക് ഏറ്റവും വലിയ ഉപകാരം ചെയ്തു തന്ന ഒരാള് നരകത്തിൽ പോയി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ആ ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹൃദയം കനം തൂങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എളാപ്പാ ഒന്ന് ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിനെ ഒന്ന് അംഗീകരിക്ക്, അള്ളാഹുവിനെ ഒന്ന് അംഗീകരിക്ക്. അബൂ താലിബ് ഇങ്ങനെ മരണത്തിന്റെ നോട്ടം നോക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അസ്രായിൽ റൂഹ് പിടിക്കാൻ വരികയാണ്. അബൂ താലിബ് ചൊല്ലുമോ എന്ന സംശയം തോന്നിയ നേരത്ത് അബൂജാഹിൽ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, അബൂ താലിബ്, നമ്മുടെ വാപ്പപ്പാമാരുടെ മതങ്ങള് മരണത്തിന്റെ സമയത്ത് മുഹമ്മദ് വന്ന് ക്ഷണിച്ചപ്പോ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ മതം ഉപേക്ഷിക്കുകയാണോ? ഞങ്ങളെ മാനം കെടുത്തരുത്. നമ്മുടെ ദീനാണത്, നമ്മുടെ മതമാണത്. നമ്മുടെ പൂർവീകന്മാർ ലാത്ത ഉസ്സയെ ആരാധിച്ചു പോന്ന പൂർവീകന്മാർ, അവർക്ക് ക്ഷീണമുണ്ടാക്കരുത്, അപമാനമുണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഖുറൈശി തറവാട്ട് പ്രമുഖനായിരുന്ന അബൂ താലിബ് തൻ്റെ കുടുംബത്തിൽ പിറന്ന വിളക്കായ, ലോകത്തിന് മുഴുവൻ വെളിച്ചം കാട്ടാൻ വന്ന വിളക്കായ തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ രക്തത്തിൽ പിറന്ന മുഹമ്മദ് മുസ്തഫാന്റെ ഉപദേശം തള്ളിക്കളഞ്ഞു. അബൂജഹലിന്റെ ഉപദേശം സ്വീകരിച്ചു. ആ അബൂ താലിബിനെ കുറിച്ചാണ് ഒരു കവി പറഞ്ഞത്, ലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദ്യാനിൽ ബരിയത്തി ദീനാ. മതങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദീന് മുഹമ്മദിന്റെ ദീനാണെന്ന് എനിക്ക് നല്ല പോലെ ബോധ്യമാണ്. പക്ഷെ എനിക്ക് സ്വീകരിക്കാൻ പറ്റൂല. അത്രയൊക്കെ അള്ളാഹുവിൻ അബൂ താലിബിന്റെ കാല് റസൂല് ചെന്നിട്ട് തടഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു അത്രേ. ജിബ്രീൽ വന്നിട്ട് പുണ്യമാക്കപ്പെട്ട റസൂലിന്റെ കൈ തള്ളിക്കളയാൻ ശ്രമിക്കുകയാണ്. റസൂലേ, നിങ്ങളുടെ പുണ്യമാക്കപ്പെട്ട ഈ കയ്യും ഈ വിരലും അബൂ താലിബിന്റെ കാലുമ്മൽ തട്ടിയാൽ നിങ്ങളുടെ കൈ തട്ടിയ സ്ഥലം നരകത്തിലിടാൻ അള്ളാഹ്ക്ക് കഴിയൂല. ഇത് നരകത്ത് പോകേണ്ട കാലാണ്, അതുകൊണ്ട് കൈ തുടരുതേ റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് എളാപ്പാന്റെ കാലിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തട്ടിക്കളയുകയാണ്. അവസാനം അബൂ താലിബ് മരണമടഞ്ഞു.